ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനൊരു ഇന്ത്യൻ സ്റ്റോറിലേക്ക് പോവാണ് കേട്ടോ. എനിക്ക് ഉണ്ണിയടുത്തേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ഇന്ത്യൻ ഐറ്റംസ് ഒക്കെ മേടിക്കണം, മസാലപ്പൊടികളും കാര്യങ്ങളും അതിനുവേണ്ടി പോവാണ്. അപ്പം നിങ്ങളെ ഞാൻ ഈ ഷോപ്പ് പരിചയപ്പെടുത്തി തരാം. കർത്തർ ഫുഡ് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. ഇത് വെസ്റ്റ് എൻഡിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ലൊക്കേഷൻ ഞാൻ കറക്റ്റായിട്ട് അവസാനം കാണിച്ചു തരാം കേട്ടോ. ഞാൻ ബെർലിനിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഇന്ത്യൻ ഷോപ്പാണിത്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര ഫ്രഷാണ്. ഇതിന് മുമ്പ് ഒരു ദിവസം ഞാനിവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കൂടെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഷോപ്പിൽ ആളോട് ചോദിച്ചു എപ്പോഴാണ് സ്റ്റോക്ക് വരുന്നതെന്ന് വെച്ചപ്പോൾ ആൾ പറഞ്ഞു വെനസ്ഡേയും ഫ്രൈഡേ ആണെന്ന്. അപ്പോൾ ഞാൻ വെനസ്ഡേ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബട്ട് ഞാൻ വന്ന സമയത്ത് സ്റ്റോക്ക് എത്തിയിട്ടുണ്ടായില്ല. അതിൻ്റെ ടെൻഷനിലായിരുന്നു അവർ. അല്ലെങ്കിൽ ഇതൊന്നും എംപ്റ്റി ആയിട്ട് കാണാറേ ഇല്ല കേട്ടോ. എപ്പോഴും ഫുള്ളായിരിക്കും. ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസും ആയിരിക്കും. ഇവർ ഈ ഷോപ്പ് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോൾ വേറെ ഇന്ത്യൻ സ്റ്റോറിൽ പോയാലും ഉണങ്ങിയ തേങ്ങ, പഴം അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പം നമുക്ക് മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും നമ്മൾ ഫ്രോസൺ ചൂസ് ചെയ്യുന്നത്. കണ്ടോ, നല്ല വെറൈറ്റി ടൈപ്പ് കുറേ മാങ്ങകളൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ എപ്പോഴും ഇവിടെ ഒറ്റ ടൈപ്പ് കിട്ടാറുള്ളൂ കേട്ടോ. ഇത് ആദ്യമായിട്ട് ഞാൻ 3 ടൈപ്പൊക്കെ കാണുന്നത്. പിന്നെ എനിക്ക് ഉണ്ണിക്ക് കൊണ്ടുപോയിട്ട് പൊറോട്ട മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2 പാക്കറ്റ് പൊറോട്ട എടുത്തു. ഒരു ഇന്ത്യൻ സ്റ്റോറിൽ ഇവിടെ കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത ഒന്നുമില്ല. ഈവൻ എനിക്ക് തോന്നുന്നു കുറച്ചധികം കളക്ഷൻസും കൂടെ ഇവിടെ ഞാൻ കണ്ടിരുന്നു. അച്ചാറുകൾ, പുട്ടുപൊടി, അപ്പപ്പൊടി, പിന്നെ പലതരം റൈസുകൾ, എല്ലാ ടൈപ്പ് റൈസുകളും ഇവിടെ കിട്ടും. ഒന്നും കിട്ടാത്തതായിട്ടില്ല. പിന്നെ എല്ലാ ഓയിൽസ്, പാരഷൂട്ട്, ഫ്രോസൺ ഫുഡ് ഐറ്റംസ് ലൈക്ക് ദോശ, ഭട്ടൂര, സമൂസ, ഐസ്ക്രീംസ്, ആട്ടപ്പൊടിയൊക്കെ കുറച്ച് അധികം വെറൈറ്റീസ് തന്നെ ഇവിടെ ഞാൻ കണ്ടിരുന്നു. പിന്നെ എല്ലാ ടൈപ്പ് മസാലപ്പൊടികളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ചില ഷോപ്പിലൊക്കെ പോയി ഒന്നെങ്കിൽ വലിയ പാക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചെറിയ പാക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ എല്ലാം ഉണ്ട്. പിന്നെ ദാവത്തിൻ്റെ പല ടൈപ്പ് ബസ്മതി റൈസ്, വീണ്ടും ഫ്രോസൺ ഐറ്റംസ്. എനിക്കൊന്ന് ഹൽദിറാമിൻ്റെ ഒക്കെ കുറേ വെറൈറ്റി ഇവിടെ അടുത്തുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ ഇത്രയും സ്നാക്സ് ഞാൻ ടി എസിൽ മാത്രം ഇവിടെ കണ്ടുള്ളൂ. ടി എസ് ആണ് ബെർലിനിലെ ഏറ്റവും വലിയ ഇന്ത്യൻ സ്റ്റോർ. അവിടെ മാത്രമേ ഞാൻ ഇത്ര അധികം സ്നാക്സ് കണ്ടുള്ളൂ. അത് കൂടാണ്ട് ഒരു ഇന്ത്യൻ സ്റ്റോറിൽ കാണുന്നത് ഇവിടെയാണ് കേട്ടോ. ഇത് പെയ്ഡ് പ്രമോഷനോ അല്ലെങ്കിൽ ആരും എന്നെക്കൊണ്ട് പറഞ്ഞ് പറയിക്കോ ഒന്നുമല്ല. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ്. ഏകദേശം 2 വർഷമായിട്ട് ഞാനിവിടെ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷോപ്പിൽ വരുന്നത്. ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യൻ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരാളല്ല. സ്റ്റിൽ എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഫ്രഷ് സാധനം മേടിക്കാണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെയാണ് കേട്ടോ വരാറ്. ഉണ്ണി കുറച്ച് സ്നാക്സൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മിക്സ്ചർ. ഉണ്ണി മിക്സ്ചറിൻ്റെ മെയിൻ ആളാണ്. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൂങ് ദാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെയുള്ള വെറൈറ്റീസ് ഇങ്ങനെ നിങ്ങളെ ഒന്ന് കാണിച്ച് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ചായപ്പൊടി മേടിക്കേണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചായപ്പൊടിയായിരുന്നു. ഇവിടെ നല്ലെണ്ണയും ആവണക്കെണ്ണ വരെ കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഒരു മാസീവ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞാനും ആഷിയും കൂടെ തിരിച്ചിറങ്ങി. അപ്പോൾ ആഷിക്കും ഇഷ്ടപ്പെട്ടു. അവളും പറയുമായിരുന്നു നല്ല ഷോപ്പാണെന്നുള്ളത്. സാധാരണ ഞാനും അമൃതയും കൂടെയാണ് ഈ സ്ഥലത്ത് വരാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ലൊക്കേഷൻ. എല്ലാവരും മറക്കാതെ ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.